Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റേഷൻ കടയിൽ കിട്ടുന്ന പരിപ്പ് വെച്ചിട്ട് ഹെൽത്തി ദാൽ ഫ്രൈ തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് ദാല് 30 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദാൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു പാൻ എടുക്കുക, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്ക്ക് പകരം വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം, പക്ഷേ ടേസ്റ്റ് നെയ്യ് യൂസ് ചെയ്യുമ്പോഴാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതോടൊപ്പം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തായിരുന്നു പരിപ്പിൽ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോയൊക്കെ നന്നായി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈസി ആയിട്ടുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെയും അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസ് കാണാനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.